ശ്യാം ഒരിക്കൽ കൂടിയുണ്ട്. ശ്യാം, ഇതിൽ തിരുവനന്തപുരത്തെ വസതിയിലും പൃഥ്വിരാജിന്റെ വസതിയിലും പരിശോധന നടത്തി കസ്റ്റംസ് സംഘം മടങ്ങുന്നു. ഒപ്പം കൂടുതൽ വിവരങ്ങൾ വരുന്ന കോഴിക്കോട്ട് പരിശോധന നടക്കുന്ന ചില വ്യവസായികളുടെ വീടുകളുമായി കേന്ദ്രീകരിച്ചാണ് എന്നതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? അനുജ, നിലവിൽ വരുന്ന വിവരം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 7 സ്ഥലങ്ങളിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് ഈ നികുതി വെട്ടിപ്പിലൂടെ കൊണ്ടുവന്നത് 20 വാഹനങ്ങളാണ്. അതിൽ 4 വാഹനങ്ങൾ കൊച്ചിയിലേക്കും എറണാകുളം 3 എറണാകുളത്തേക്കും 1 കോട്ടയം ജില്ലയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി വാഹനങ്ങളുടെ മുഴുവൻ വിൽപ്പനയും നടന്നിരിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. കണ്ണൂര്, കോഴിക്കോട് ജില്ലകളിലാണ് ഈ വാഹനങ്ങൾ നിലവിലുള്ളത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഒരു വ്യവസായിയുടെ വീട്ടിലും ഇത്തരത്തിൽ ഒരു വാഹനം, ഒരു റേഞ്ച് റോവർ വാഹനം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ എത്തിയിരുന്നു. അവിടെ വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം അവിടെ എത്തിയത്. പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പൃഥ്വിരാജിന്റെ കുടുംബ വീടാണ് തിരുവനന്തപുരത്തുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് 18 ഇടങ്ങളിലാണ് പരിശോധനകൾ നടത്തുന്നത്. ചിലയിടങ്ങളിലെ പരിശോധനകൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 30 ഇടങ്ങളിലായിരുന്നു തുടക്കത്തിൽ പരിശോധനകൾ നടന്നിരുന്നത്. നിലവിൽ ഇപ്പോൾ കൂടുതൽ വാഹനങ്ങളുള്ളത് വടക്കൻ കേരളത്തിലാണ്. വിൽപ്പന നടന്നിരിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ള ആളുകൾക്കാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 3 സ്ഥലങ്ങളിലും പരിശോധനകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് 3ഉം സിനിമാ നടന്മാരുടെ വീടുകളിലാണ് ആ പരിശോധനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത്, ഈ പരിശോധനയ്ക്ക് ശേഷം ഇവർക്ക് നോട്ടീസ് നൽകി നികുതി വെട്ടിപ്പിന് ഇരട്ടി പിഴയും അതിൻ്റെ ബാക്കി സംഖ്യയും നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുമോ അതോ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ള വിവരമാണ് അറിയാനുള്ളത്. ഏതായാലും അതിൻ്റെ അവസാനഘട്ട പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളിലും നടന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നിലവിൽ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച 2 നടന്മാരോടും അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. കൊച്ചി പ്രിവെന്റീവ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് 2 നടന്മാരോടും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചത്. തങ്ങൾക്ക് നേരിട്ടല്ല, ഇടനിലക്കാർ വഴി തങ്ങളുടെ കയ്യിലെത്തിയ വാഹനങ്ങളാണ് ഇതെന്ന വിവരമാണ് നടന്മാർ പ്രാഥമികമായി കസ്റ്റംസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നോട്ടീസ് നൽകി കൂടുതൽ വിശദീകരണം തേടാൻ തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ള വിവരം കൂടിയാണ് ഇനി ഏറ്റവും അവസാനം ഇപ്പോൾ അറിയാനുള്ളത്. പട്ടാളം വിൽക്കുന്നത് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന വാഹനങ്ങളാണ് 40 ലക്ഷം രൂപയ്ക്ക് ഇവിടെ. അങ്ങനെ വലിയ തട്ടിപ്പാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അനുജ, ഇപ്പോൾ ഈ പൃഥ്വിരാജിന്റെ വീട്ടിൽ പൃഥ്വിരാജ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം 3 ലക്ഷം രൂപയ്ക്കാണ് ഇടനിലക്കാർ ഈ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതാണ് പിന്നീട് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് രജിസ്ട്രേഷൻ നടത്തി അവിടെ നിന്ന് കൊച്ചിയിൽ എത്തിക്കുകയും കൊച്ചിയിൽ വീണ്ടും കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിസ്സാര വിലയ്ക്ക് വാങ്ങിയ വാഹനങ്ങളാണ് കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് രജിസ്ട്രേഷൻ നടത്തി ഇന്ത്യൻ വാഹനങ്ങളെന്ന വ്യാജേന ഹിമാചലിൽ നിന്ന് കൊച്ചിയിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തത്. നിലവിൽ വരുന്ന ഏറ്റവും പുതിയ വിവരം പൃഥ്വിരാജിന്റെ വീട്ടിലെ പരിശോധനകൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരുടെ പങ്ക്, ഈ നികുതി വെട്ടിപ്പ്, കള്ളക്കടത്ത് വാഹനങ്ങൾ ഇന്ത്യയിലെത്തിയ സാഹചര്യം എന്നിവ വിശദമായി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും വസതികളിൽ കസ്റ്റംസ് പരിശോധന നടത്തി. അവിടെ നിന്ന് കസ്റ്റംസ് സംഘം മടങ്ങിയിട്ടുണ്ട്. 18 ഇടങ്ങളിലാണ് കേരളത്തിൽ പരിശോധന നടക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 7 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. കൊച്ചിയിലും കോട്ടയത്തും വാഹനങ്ങൾ എത്തിച്ചു. കൂടാതെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എത്തിയിട്ടുള്ളത് വടക്കൻ കേരളത്തിലാണ് എന്ന വിവരവും വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി മാത്രം 7 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. കോഴിക്കോട്ട് വ്യവസായികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. എങ്ങനെയാണ് ഈ ആളുകൾക്ക് വാഹനം ഇങ്ങോട്ടേക്ക് ലഭിക്കുന്നത്, അത് ആര് വഴിയാണ്, ഇടനിലക്കാരാരാണ്, ഇവർ വലിയ ലാഭം കൊയ്യുന്നുണ്ട്, വലിയ തട്ടിപ്പാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും ഒക്കെ പട്ടാളം വിൽക്കുന്ന വാഹനങ്ങളാണ് വലിയ തുകയ്ക്ക് 40 ലക്ഷവും അതിന് മുകളിലും വിലയ്ക്ക് മറ്റുള്ളവർക്ക് വിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ താരങ്ങളൊക്കെ എങ്ങനെയാണ് ഇവരുടെ വലയിൽ ചെന്ന് വീണത്, എന്താണ് അതിന് പിന്നിൽ നടക്കുന്നത് എന്നതിലേക്കുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. DRI ആണ് നേരത്തെ ഭൂട്ടാനിൽ നിന്ന് വലിയ വാഹനക്കടത്ത് നടക്കുന്നുണ്ട്, രാജ്യത്ത് വിവിധ ഇടങ്ങളിലേക്കായി വാഹനങ്ങൾ ഇങ്ങനെ എത്തിക്കുന്നുണ്ട് എന്ന വിവരം അത് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിൽ പരിശോധന നടക്കുന്നത്. 150 വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് മാത്രം കടത്തിയിട്ടുണ്ട്. അതിൽ കുറേ വാഹനങ്ങൾ കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഭൂട്ടാനിൽ നിന്ന് പട്ടാളം ലേലത്തിൽ വിൽക്കുന്ന വാഹനങ്ങൾ, അതിനുശേഷം അത് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന്, ഇപ്പോൾ കേരളത്തിലേക്കാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് വലിയ വിലയ്ക്ക് വാഹനം വിൽക്കുകയാണ് ചെയ്യുന്നത്.
നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള വിവരങ്ങൾ, ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.